ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. നമ്മൾ ഈ നട്ടുച്ചയ്ക്ക് ബാഗിലോട്ട് പോവുകയാണ്. കണ്ടോ, ആറൊക്കെ കണ്ട് ഈ പോകുന്നത് എന്നാ നല്ല വൈബാണെന്ന് പറയാം. നല്ല നട്ടുച്ചയ്ക്ക് പോകുന്നത് വലിയ വൈബൊന്നുമില്ല. എന്ന് കണ്ടോ, നമ്മൾ നല്ല ആസ്വദിച്ച് പോകുകയാണ്. ആ ആസ്വദിയൊന്നും പിന്നില്ല. പിന്നെ എൻ്റെ ചേച്ചിയുടെ റീലിലെടുത്തു. പിന്നെ ഏതോ കണ്ണി കണ്ട പൂവൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഒരു വീട് കണ്ടത്. ഈ വീട് കാണാൻ നല്ല രസമാട്ടോ. ഈ ചെടിയും ഇതൊക്കെ തമ്മിൽ കണ്ട് നല്ല, പക്ഷേ ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഈ പുറകിൽ കാണുന്നത് കുറച്ച് പൂക്കൾ ഇതൊക്കെയാണ്. പക്ഷെ ഞാനും ഈ വീഡിയോയും തമ്മിൽ ഒരു മൂമെൻറ്റില്ല. പിന്നെ ചക്കയൊക്കെ കണ്ട് വായിക്കൂടെ വെള്ളം ഒഴുക്കിക്കൊണ്ട് വന്നപ്പോഴാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ് അങ്ങ് പോയി. എൻ്റെയും എൻ്റെ ചേച്ചിയുടെ എക്സ്പ്രഷൻ കാണാൻ നല്ല രസമില്ലേ? അതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആശുപത്രിയാണ് ഇത് നമ്മുടെ സ്വന്തം വീട് പോലെയാണ്. ബിക്കോസ് അവിടെ എപ്പോഴും എല്ലാവരും അവിടെയാണ്. പിന്നെ ഇത് നമ്മുടെ ബ്ലൈൻഡ് സ്കൂള് എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴാണ്. പിന്നെ നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ വെയിലത്ത് നടന്നു പോകുമ്പം ആ ഒരു സൈഡിൽ ഞാനൊരു മാങ്ങ വിൽക്കുന്നത് കണ്ടു. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടെങ്കിൽ നമ്മളൊന്നും മേടിച്ചില്ല. അതൊക്കെ നമ്മൾ അങ്ങ് പോകുന്നു. കണ്ടോ, മരമൊക്കെ കരിഞ്ഞ് നിൽക്കുന്നതാണോ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ വെയിലത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല വെയിലാണ്, ഒട്ടും പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ തളരില്ല. നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കണ്ടോ, ആ വരുന്ന ബസ് കണ്ടോ, ആ ബസ്സിൽ പിടിച്ച് എനിക്ക് വീട്ടിൽ പോയാലെന്ന് വരെ തോന്നി. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും പോവില്ല. നമ്മൾ അമ്മയുടെ കൂടെ എപ്പോഴും കാണും. നമ്മൾ ബാങ്കിലൊക്കെ പോയി തിരിച്ചു വന്നു. പക്ഷേ ആ ബാങ്കിലുള്ള ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, സോറി. ആൻഡ് ഇതാണ് നമ്മുടെ അമ്മ വീട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള വഴി. നല്ല അടിപൊളി പ്ലേസാണ്. കണ്ടോ, അവിടെ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതാണ്. മഴ പെയ്യുമ്പോൾ നല്ല രസമായിട്ടാണ്. കണ്ടോ, കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. കണ്ടോ, ഓസൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാണോ അറിയാം, അവിടെ വീട് പണിയുന്നുണ്ട്. ഇവിടെ നേരത്തെ ഒരു കഥ വരെ നടന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ചേച്ചിയുടെ പാമ്പിനെ വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാമ്പിനെ കാണുന്നതാണ് ഇത്ര വലിയ കാര്യം എന്ന്. പക്ഷേ അവിടെ പാമ്പിനെ കണ്ടാൽ ഞാൻ പറയാം. ഇതുണ്ടോ, ഇവിടെ കണ്ടോ, മഴ പെയ്തപ്പോൾ ഇടിഞ്ഞു പോയ ഒരു കുഴിയാണിത്. പക്ഷെ നമ്മളതൊക്കെ ചാടി കടന്നു പോയി. നമുക്കതൊന്നൊരു വിഷയമല്ലല്ലോ. അപ്പം ആ ചേച്ചിയാണ് ഫ്രണ്ടിൽ പോകുന്നത്, രണ്ടാമത് ഞാൻ പോകുന്നു, തേർഡ് അമ്മ എൻ്റെ പറയുമായിരുന്നു. കണ്ടോ, ഈ ചെടിയൊക്കെ എനിക്ക് ഇടയ്ക്ക് എൻ്റെ മേത്തിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് ചൊറിയുന്നുണ്ട്. കണ്ടോ, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര സൈലൻസ് ആട്ടോ. നമ്മൾ മിണ്ടുന്ന മാത്രമേ കേൾക്കുള്ളൂ. എനിക്ക് പോകാൻ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ വെയിലൊന്നും അങ്ങനെ അടിക്കാത്ത സ്ഥലം, ഇങ്ങനെ വെയിലൊന്നും ഇല്ലാതെ നമുക്ക് നന്നായി പോകാൻ പറ്റും. പിന്നെ ഇന്നത്തെ എൻ്റെ അനിയനില്ല, അവനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അവന് പക്ഷേ എങ്ങോട്ടും പോയിട്ടില്ല. അവൻ പുറത്ത് ഒരു കട വരെ പോയേക്കുന്നു. തന്നെയല്ല, കുറച്ച് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെയാണ് പോയേക്കുന്നത്. നമ്മൾ പൊക്കോണ്ടിരിക്കുക. കണ്ടോ, ഇടയ്ക്ക് ക്യാമറ ഷെയ്ക്ക് ആവുന്നുണ്ട്. അത് നമ്മൾ ചിരിക്കുമ്പോൾ അറിയാതെ എങ്ങനെയൊക്കെയോ. എൻ്റെ ചേച്ചിയാണ് ക്യാമറ കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ല. അവൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ ആവുന്നതായിരിക്കും. കണ്ടോ, ഇനി ഞാൻ പറയാം കഥ. മറ്റേ ഞാൻ പറയുമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറയാം. എൻ്റെ ചേച്ചി കുഞ്ഞിലേ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ അമ്മ ഇത് കാണാതെ ചാടി അങ്ങോട്ട് പോയി. പക്ഷെ എൻ്റെ അമ്മ ഇത് ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിലോട്ട് കാല് വെക്കാൻ നിർത്തുന്നുണ്ട്. അവിടെ പാമ്പുണ്ടെന്ന്. എൻ്റെ അമ്മ അപ്പോൾ പേടിച്ച് പോയി. അപ്പോൾ ഇവളുടെ അടുത്ത് പറഞ്ഞു വേഗം പൊക്കോളാൻ, അമ്മ വേറെ വഴി കൂടെ പോയി. അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു പോയി. ഇപ്പോൾ ഇവൾ കാലെടുത്ത് വെച്ച സ്ഥലത്താണ് പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞത്. കണ്ടോ, ഈ വഴി കൂടെ പോകണമെന്ന് എൻ്റെ ചേച്ചിക്കായിരുന്നു വലിയ നിർബന്ധം. പക്ഷേ ഈ വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താം. ഇച്ചിരിയും കൂടെ പോയാൽ നമ്മുടെ വീടെത്തും. അതുകൊണ്ട് നമ്മൾ പതുക്കെ പോകും. കണ്ടോ, ഇവിടെ എല്ലാം നല്ല രസമാണ്. പക്ഷേ പേടിച്ചിട്ടാണ് ഈ വഴി കൂടെ പോയത്. എനിക്ക് മാത്രം ആ കൂട്ടത്തിൽ പേടിയുള്ളായിരുന്നു. കണ്ടോ, പോകുന്നുണ്ടോ? നമ്മളിങ്ങനെ പോകുന്നതൊക്കെയാണ് നല്ല രസം. ഒന്നാമത് അനിയന്മാരിങ്ങനെ കൂടിയില്ലാത്തപ്പോൾ അതിലും രസമാണ്. അത് നിങ്ങൾക്ക് അനിയന്മാരുള്ളവർക്ക് ചേച്ചിമാരുണ്ടെങ്കിൽ പറയണേ, അടിപൊളിയാണ്. അങ്ങനെ എൻ്റെ വീട് എൻ്റെ വീടില്ല, അമ്മ വീട് എത്താറായിട്ടുണ്ട്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ടോ, എൻ്റെ ചേച്ചി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ അമ്മ വീട് എത്താറായിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, നല്ല അടിപൊളി എക്സ്പ്രഷൻ, നല്ല രസമുണ്ട്. എന്നാ രസമൊന്നും കണ്ടില്ല. കണ്ടോ, അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ ബൈ, സി യു. നമ്മൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നതാണ്. ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ, സി യു.